തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്, ആവശ്യം ന്യായവുമാണ് എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ ഈ വിഷയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു സന്തോഷമുള്ളൊരു കാര്യം കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. നമ്മൾ തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടത് ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വളരെ പെട്ടെന്ന് അവർക്ക് ധനസഹായം എത്തിക്കണം എന്നുള്ളതാണ്. അത് വലിയ രീതിയിലുള്ള പണം ആവശ്യമില്ല, ഒരു പോക്കറ്റ് മണി അവരുടെ നിത്യകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചായ കുടിക്കാൻ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുറുക്കാൻ വാങ്ങാൻ അവരുടെ കയ്യിൽ ഒരു പൈസയും ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മനുഷ്യരാണ്. അപ്പോൾ ആ മനുഷ്യർക്ക് ഇപ്പോൾ സർക്കാർ അടിയന്തരമായി ധനസഹായം അനുവദിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. നമ്മളുടെ അഭിപ്രായങ്ങൾ ഒരുപാട് പേർ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. ആ ആവശ്യം സർക്കാർ കേട്ടു. വളരെ പെട്ടെന്ന് സർക്കാർ അതിൽ പ്രതികരണം നടത്തി. 11-ാം ദിവസമാകുമ്പോഴേക്കും 10,000 രൂപ വീതം ആ ക്യാമ്പുകളിലുള്ള ഓരോ കുടുംബത്തിനും കിട്ടുന്നു. ഒരു കുടുംബത്തിൽ തന്നെ ഒരു ദിവസം 300 രൂപ വെച്ച് 2 പേർക്ക് ഒരു കുടുംബത്തിലെ 600 രൂപ വീതം ഒരു ദിവസം കിട്ടുന്നു എന്നുള്ളതാണ്. 30 ദിവസത്തേക്ക്. ആശുപത്രിയിൽ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് കൂടി കിട്ടും. അങ്ങനെയാണെങ്കിൽ 3 പേർക്ക് 300 രൂപ വീതം ഒരു കുടുംബത്തിലെ ആളുകൾക്ക് 30 ദിവസത്തേക്ക് കിട്ടുന്നു. കൂടാതെ 10,000 രൂപയും ഒരു പോക്കറ്റ് മണിയായി അടിയന്തര സാമ്പത്തിക സഹായമായി നൽകാൻ അനുവദിച്ചു എന്നതിൽ സർക്കാരിന് പ്രത്യേകം അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഒപ്പം പ്രതിപക്ഷത്തെ കൂടി ഇന്ന് അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ദുരന്ത നിവാരണത്തിലും ഒപ്പം തന്നെ റെസ്ക്യൂ മിഷനിലും ഇനി പുനരധിവാസത്തിലും സർക്കാരിനോടൊപ്പം തന്നെയായിരിക്കും UDF എന്ന് പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 2,000 കോടി രൂപയുടെ ധനസഹായമെങ്കിലും കേരളത്തിന് ലഭിക്കണം. L3 കാറ്റഗറിയിൽപ്പെട്ടിരിക്കുന്ന ഒരു സിവിയർ നേച്ചറുള്ള ഡിസാസ്റ്ററായി, അതിതീവ്ര സ്വഭാവമുള്ള ഒരു ദുരന്തമായി അതിനെ പ്രഖ്യാപിക്കണം എന്നാണ്. ഈ L3 ഡിസാസ്റ്ററിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. എന്താണ് L0, L1, L2, L3 എന്ന് പറയുന്നത്? നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്ന ഈ ഡിസാസ്റ്റർ പൂർണ്ണമായും L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് തന്നെയാണ്. കാരണം ഏതെങ്കിലും തരത്തിലൊരു ജില്ലയ്ക്കോ സംസ്ഥാനത്തിനോ മാത്രം പരിഹരിക്കാവുന്ന ഒരു ഡാമേജ് അല്ല, ഒരു നഷ്ടമല്ല ഈ മുണ്ടക്കയിൽ സംഭവിച്ചിരിക്കുന്നത്, ചൂരൽമലയിൽ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, മരണസംഖ്യ എത്രയാണെന്ന് ഇപ്പോഴും കൃത്യമായി തിട്ടപ്പെടുത്തിയിട്ടില്ല. സർക്കാരിൻ്റെ കണക്കിൽ 250ഓളമാണ്. നമ്മളുടെയൊക്കെ കണക്കിൽ മരണസംഖ്യ 400ലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് അനൗദ്യോഗികമാണ്, നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. 200-ലധികം മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും 3 മൃതദേഹങ്ങൾ നമ്മൾ ഈ ചർച്ചയ്ക്ക് വരുന്ന സമയത്തും ചാലിയാർ പുഴയുടെ തീരത്തെ കണ്ടുകിട്ടിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതെടുത്ത് 138 പേരെ കാണാനില്ലെന്ന് സർക്കാർ തന്നെ പറയുന്നു. അതെ, സർക്കാർ തന്നെ പറയുന്നു. അപ്പോൾ ഈ കണക്കുകളൊക്കെ വെച്ച് നോക്കിയാൽ 2018 ഫ്ലഡിൽ ഉണ്ടായിരിക്കുന്നത് പോലെയോ അതിനു മുകളിലോ നിൽക്കുന്ന ആൾനഷ്ടവും ഒരുപക്ഷെ സമാനമായ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടവും ആ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമായി കാണാം. 3 പ്രധാനപ്പെട്ട ഗ്രാമങ്ങൾ അപ്പാടെ തുടച്ചു മാറ്റപ്പെടുകയായിരുന്നു. മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു അങ്ങാടി, ആ അങ്ങാടിയിൽ ജീവിച്ചിരുന്ന 140ഓളം മനുഷ്യരിൽ 100ഓളം വീടുകൾ, അതിന് തൊട്ട് മുകളിലുള്ള പുഞ്ചിരിമട്ടത്തുണ്ടായിരുന്ന മനുഷ്യരും അവരുടെ വീടുകളും, താഴെത്തട്ടിലേക്ക് വന്നാൽ ചൂരൽമലയുടെ ഉണ്ടായിരുന്ന മനുഷ്യർ, അട്ടമലയുടെ ഒരു ഭാഗത്തുണ്ടായിരുന്ന മനുഷ്യർ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമ്പോൾ അത് പുനർനിർമ്മിക്കുക എന്നുള്ളത് വളരെ അസാധ്യമായൊരു കാര്യമാണെങ്കിൽ പോലും അതിന് അപാരമായ ഇച്ഛാശക്തിക്കൊപ്പം തന്നെ സാമ്പത്തിക ശക്തിയും വേണം. അപ്പോൾ തീർച്ചയായും അത് L3 കാറ്റഗറിയിൽ പെട്ടിട്ടുണ്ട്. 2018 ഫ്ലഡിൽ അന്ന് കേന്ദ്രം കൊടുത്തത് വൈകിയാണെങ്കിലും 3048 കോടി രൂപയാണ് കേന്ദ്രത്തിൻ്റെ ഫ്ലഡ് റിലീഫായിട്ട് കേരളത്തിന് കിട്ടിയത്. അപ്പോൾ അതേ കാറ്റഗറിയിൽപ്പെട്ട L3 സിവിയർ കാറ്റഗറിയിൽപ്പെട്ടിരിക്കുന്ന മറ്റൊരു ദുരന്തത്തെയാണ് നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും മിനിമം 2,000 കോടി രൂപയുടെ ഒരു പാക്കേജെങ്കിലും പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ബീഹാറിലെ ഫ്ലഡിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 11,500 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ ഫ്ലഡ് വളരെ സംസ്ഥാന വ്യാപകമായി അഫക്റ്റ് ചെയ്യപ്പെട്ടൊരു പ്രദേശമാണ്. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ജില്ലയിൽ ഒരു ഗ്രാമത്തിൽ ഒരു പഞ്ചായത്തിലെ 3 വാർഡുകളാണ് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെട്ടത്. പക്ഷേ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. പ്രദേശം ചെറുതാണെങ്കിലും അതിൻ്റെ വ്യാപ്തി കൂടുതലാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഉത്തരാഖണ്ഡിൽ ഒരു വലിയ ഭൂചലനം ഉണ്ടാകുമ്പോഴോ മണ്ണിടിച്ചിലുണ്ടാകുമ്പോഴോ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാകുമ്പോഴോ ഉള്ള മരണസംഖ്യയേക്കാൾ കൂടുതൽ ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ ഹിൽ ഏരിയകളിലുള്ള ഡെൻസിറ്റിയാണ്. നമ്മൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഹിമാലയത്തിൻ്റെ താഴ്വരകളിലുള്ളതുപോലെയല്ല പശ്ചിമഘട്ടത്തിലുള്ള ജനവാസം എന്ന് പറയുന്നത്. തികച്ചും രണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ ചലനമുണ്ടായാൽ പോലും അത് സാധാരണ ജീവിതത്തെ ബാധിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഡിസാസ്റ്റർ ഡിസ്ട്രിക്റ്റായി വയനാടും ഒരു ഡിസാസ്റ്റർ സ്റ്റേറ്റായി കേരളവും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലിന പ്രതിഭാസം വരാൻ പോവുകയാണ് ഈ മാസം അവസാനത്തോടു കൂടി. അവിടെ ഈ ഡെത്ത് ടോൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ പറയുന്ന ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ പറഞ്ഞ ഒഡീഷയിൽ 2019 ഒരു വലിയ സൈക്ലോൺ ഉണ്ടായിരുന്നു.
സൈക്ലോൺ ഫാനി എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത് 2019. മരണം ചെറിയ സംഖ്യയുള്ളൂ, 17-18 ആളുകളെ മരിച്ചിട്ടുള്ളൂ. പക്ഷേ 11ഓളം ജില്ലകൾ തകർന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വലിയൊരു പാക്കേജാണ് അന്ന് ഒഡീഷയ്ക്ക് കൊടുത്തത്. 3338 കോടി രൂപയാണ് അന്ന് ഒഡീഷയ്ക്ക് പ്രഖ്യാപിച്ചത്. അത് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ഈ അരുൺ പറഞ്ഞ കണക്ക് 3 വാർഡേ ഉള്ളൂ, പക്ഷേ ഡെത്ത് ടോൾ എത്രയാണ്? 400 and above അല്ലേ? അതേപോലെ നഷ്ടം എത്ര വീടുകളാണ്? 1500ഓളം വീടുകൾ ഇല്ലാതായിരിക്കുന്നു. മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും എല്ലാം ഇല്ലാതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇന്റൻസിറ്റിയും മാഗ്നിറ്റ്യൂഡും വലുത് തന്നെയാണ്. എക്സാക്ട്ലി അത് തന്നെയാണ്. L3 കാറ്റഗറിയിൽ പെടാൻ എന്തുകൊണ്ടും അർഹമായിട്ടുള്ള ഒരു സിവിയർ ഡിസാസ്റ്ററാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്കതിന് ഡെത്ത് ടോൾ വെച്ച് പറയാം. അവിടെ സംഭവിച്ചിരിക്കുന്ന സ്ഥാവരജംഗമ വസ്തുക്കളുടെ നഷ്ടം കൊണ്ട് നമുക്ക് പറയാം, സർക്കാർ സ്ഥാപനങ്ങളുടെ നഷ്ടം കൊണ്ട് പറയാം, അവിടുത്തെ പാലം തകർന്നു പോയത്, ആ പുഴ മാറി ഒഴുകിയത്, വസ്തു പോയത്, ഭൂമി പോയത്, ഈ കണക്കുകളെല്ലാം നമ്മൾ എടുത്തു നോക്കിയാൽ തീർച്ചയായും അത് L3 കാറ്റഗറിയിൽ തന്നെയാണ്. സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ ഘട്ടത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇനി നമ്മൾ ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പുതുതായി പല ആശയങ്ങളും ഈ എക്സ്പേർട്സ് പറയാറുണ്ടല്ലോ. ഇന്നിപ്പോൾ ഒരു പ്രകമ്പനം അവിടെ ഉണ്ടായി. ആ പ്രകമ്പനം ഉണ്ടായത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്? ശബ്ദം കേട്ടിട്ടാണ്. അത്തരത്തിലുള്ളൊരു വാർണിംഗ് സിസ്റ്റം എത്രത്തോളം ഫലവത്താകുമെന്നുള്ളത് മറ്റൊരു ചോദ്യം. കാരണം ഇപ്പോഴും അത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് നീലഗിരിയിലും ഡെറാഡൂണിലും സ്ഥാപിച്ചിരിക്കുന്ന 2 എയർലി വാർണിംഗ് സിസ്റ്റം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം ചെറിയ പ്രകമ്പനങ്ങളുടെ പോലും മുന്നറിയിപ്പുകൾ നൽകാൻ ശേഷിയുള്ള എയർലി വാർണിംഗ് സിസ്റ്റം ഓപ്പറേഷണൽ അടിസ്ഥാനത്തിലെങ്കിലും ഈ മേഖലയിൽ സ്ഥാപിക്കേണ്ടത് ആവശ്യമായി കഴിഞ്ഞു. കാരണം ഈ മേഖലകളെല്ലാം തന്നെ ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ് ഓഫ് ഇന്ത്യയുടെ കാറ്റഗറിയിൽ നമ്മൾ പെടുത്തിക്കഴിയുകയാണെങ്കിൽ ഈ പ്രദേശങ്ങളെല്ലാം ഈ സീസ്മിക് സോണായിട്ട് മാറുന്നത്. സീസ്മിക് സോണുമാണ്, ലാൻഡ്സ്ലൈഡ് സോണുമാണ്. അതുകൊണ്ട് ഈ മേഖലകളിൽ ഒരു എയർലി വാർണിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്നതിന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം. അത് പരീക്ഷണാടിസ്ഥാനത്തിൽ അത് ഓരോ പ്രദേശത്തിന് സ്പെസിഫിക് ആയിട്ടാണ് അതിനെ കസ്റ്റമൈസ് ചെയ്യേണ്ടത്. കാരണം അവിടുത്തുള്ള അതിതീവ്ര മഴ, അതിൽ മണ്ണ് വെള്ളം ശേഖരിക്കാനുള്ള ശേഷി, ഈ പാറയുടെ ചലനം, കുന്നിൻ്റെ ചെരിവ്, ഇതൊക്കെ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു എയർലി വാർണിംഗ് സിസ്റ്റം നമുക്ക് ഈ മേഖലകളിലൊക്കെ സ്ഥാപിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ ശബ്ദം കേൾക്കും, ആളുകൾ ഇറങ്ങി ഓടും, കുട്ടികൾ പാനിക്കാവും. നിരന്തരം ഒരു ഭീതിയുടെ മുഖത്ത് നമുക്ക് കഴിയുക സാധ്യമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ദുരന്ത നിവാരണത്തോടൊപ്പം പുനരധിവാസത്തോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ പറയുന്നതാണ്. ഇനി ഒരു ഭാഗം കൂടി, ഞാൻ ഒരുപാട് സഹായങ്ങൾ നമുക്ക് വരുന്നുണ്ടല്ലോ. ഇതിലൊരു കവിത ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുണ്ട്. ഒരു LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എഴുതിയിരിക്കുന്നൊരു കവിതയാണ്. ആ കുട്ടിയുടെ പേര് നിർവേദ് പ്രശാന്ത് എന്നാണ്. ആ കുട്ടി എഴുതിയിരിക്കുന്ന കവിതയുടെ ഒരു ഭാഗം ഇങ്ങനെയാണ്: മുണ്ടക്കൈയിൽ ഉരുളും പൊട്ടി, കണ്ടവരെല്ലാം ഓടിപ്പോയി, കുഞ്ഞിപ്പെണ്ണിനു വീടും പോയി, കഞ്ഞി കുടിക്കണ കലവും പോയി, മേളം കേൾക്കണ കാവും പോയി, ശിവക്ഷേത്രം മേളത്തറയും ഒഴുകിപ്പോയി, നാടും നഗരവും ഞെട്ടിവിറച്ചു, ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ടവർ ഒറ്റയ്ക്കായതുപോലെ കരഞ്ഞു, മലയാളികളുടെ വീര്യം കാത്ത് നഷ്ടപ്പെട്ടത് നേടിയെടുക്കാൻ ഇഷ്ടപ്പെട്ടവർ ഒപ്പം ചേർന്നു. എന്നിട്ട് അവസാനത്തെ 2 വരി വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ പ്രധാനമന്ത്രി സന്ദർശിക്കാൻ എത്തുമ്പോൾ പ്രധാനമന്ത്രിയോട് കേരളം പറയുന്നത് ഈ LP സ്കൂളിൽ പഠിക്കുന്ന 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നിർവേദ് പ്രശാന്ത് പറയുന്നത് പോലെയാണ്: നമ്മുടെ നാട്ടിൽ വേദനയെല്ലാം നമ്മുടേതാണെന്ന് ഓർക്കുക നാം എന്നത് മാത്രമാണ് നമുക്കും പ്രധാനമന്ത്രിയോട് പറയാനുള്ളത്. ഇത് പ്രധാനമന്ത്രി കേൾക്കും എന്ന് തന്നെയാണ്. കാരണം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അത് പ്രധാനമന്ത്രിക്ക് ഈ പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ, കണക്കുകളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിക്ക് മറ്റാരുമായും കൂടിയാലോചിക്കാതെ പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നാളെ അത് കൽപ്പറ്റയിലെ പ്രസൻറ്റേഷന് ശേഷം നേരിട്ട് കണ്ട കാഴ്ചകൾ പ്രധാനമന്ത്രിയുടെ മനസ്സിൽ തൊടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളം പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ പാക്കേജാണ്. ഈ ഉയർപ്പിന് അത്ര വലിയ ചെലവുണ്ട് എന്ന് മനസ്സിലാക്കുക. Meet the editors.